ചീമേനി തോട്ടുപാളിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ നായയെ സംരക്ഷിക്കാൻ ആളെത്തി. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിന്റെ വാർത്ത കണ്ടറിഞ്ഞാണ് പെരിങ്ങോത്തുള്ള ഒരു യുവതി സംരക്ഷണ ചുമതല ഏറ്റെടുത്തത്. ചീമേനി തോട്ടുപാളിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ നായയെ സംരക്ഷിക്കാൻ ആളെത്തി. നെറ്റ്വർക്ക് ചാനലിലെ വാർത്ത കണ്ടറിഞ്ഞാണ് പെരിങ്ങോത്തുള്ള ഒരു യുവതി സംരക്ഷണ ചുമതല ഏറ്റെടുത്തത്. നായയുടെ ദയനീയാവസ്ഥ ചാനലിലൂടെ കണ്ടറിഞ്ഞാണ് യുവതി സംരക്ഷണത്തിനായി തയ്യാറായത്. ഇതിനായി ഏറ്റുകുടുക്കിയിലെ രഞ്ജിത്താണ് ഭക്ഷണവും വെള്ളവും മരുന്നും മറ്റും വാങ്ങി നൽകിയത്. ഇത് നിങ്ങൾ നെറ്റ്വർക്ക് ന്യൂസിൽ വന്ന വാർത്തയുടെ ഒരു ഇമ്പാക്റ്റാണ്. അത് വായിൽ വന്നതിന് ശേഷം അതിന് മുന്നേ ഞാൻ ഇതിനെ നോക്കുന്നുണ്ടായിന്. വെള്ളം വഴിവെക്കലിങ്ങനെ കാണുമ്പോൾ ഞാനിങ്ങനെ വെള്ളവും ഇതെല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ന്യൂസ് വന്നപ്പോൾ അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്, ഇത് എൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് ഞാൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ ആ ഫേസ്ബുക്ക് ഐ ഡിയിൽ നിന്ന് ഒരാൾ കണ്ടിട്ട് ഇപ്പോൾ ഇതിനെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇതുമായിട്ട് അവരുടെ വീട്ടിൽ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനെ കുറച്ച് രോഗാവസ്ഥ ആയതുകൊണ്ട് അത് ട്രീറ്റ് ചെയ്തിട്ട് അവരും ഇതുപോലെ വേറെ നായ്ക്കളെ റെസ്ക്യൂ ചെയ്യുന്നവരാണ്. നായയെ ചീമേനിയിലെ മൃഗാശുപത്രിയിൽ എത്തിക്കുകയും രക്തമെടുത്ത് പയ്യന്നൂരിലെ ലാബിൽ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. കുറേ ദിവസത്തെ ശ്രമമാണ് ലക്ഷ്യം കണ്ടത്. യുവതി മറ്റ് നായകളെ പോറ്റുന്നതിനാൽ രോഗമില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടിയിരുന്നു. അതിനായാണ് രഞ്ജിത്ത് ശ്രമിച്ചത്. പെൺനായ്ക്ക് 4 വയസ്സേ പ്രായമുള്ളൂവെന്നും ത്വക്രോഗം ബാധിച്ചതുകൊണ്ട് ഉപേക്ഷിച്ചതാകാമെന്നും ചീമേനി മൃഗാശുപത്രിയിലെ ഡോക്ടർ ധനുശ്രീ പറയുന്നു. ധനുശ്രീ ചീമേനി വെറ്റിനറി സർജനാണ്. ഞാൻ ഈ നെറ്റ്വർക്ക് വാർത്ത കണ്ടിട്ടാണ് ഈ ഡോഗിനെ പറ്റിയിട്ട് എനിക്കും വിവരം കിട്ടിയത്. അപ്പം ഇന്നലെ ഒരു പെരിങ്ങോത്തുള്ളൊരു ലേഡി, ഒരു അനീഷ എന്ന് പറഞ്ഞവരതിനെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ്, ചീമേനി പഞ്ചായത്തിലെ പ്രസിഡന്റ് എന്നെ വിളിച്ചു. അപ്പം ഇന്നലെ ഞാൻ ഓഫ് ഡേ ആയിട്ട് കൂടി ഞാൻ വന്നു. അതിന് നമ്മൾ ഇനീഷ്യലായിട്ട് വേണ്ട ചില ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത് നായയെ യുവതിയുടെ വീട്ടിൽ എത്തിക്കുകയും യുവതി നായയെ ഏറ്റെടുക്കുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.